ക്രൈം സ്റ്റോറിയാണ്. 2016 ഒക്ടോബർ 28 8:30 മണിക്ക് ജിഷ എന്ന് പറയുന്ന 29 വയസ്സുകാരി പെരുമ്പാവൂരിൽ അതിക്രൂരമായ അല്ലെങ്കിൽ മാരകമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് കണ്ടത്. ഈ കൊലപാതകം ആദ്യമായിട്ട് കണ്ടത് ജിഷയുടെ അമ്മയായിട്ടുള്ള രാജേശ്രീ എന്ന് പറയുന്ന അവരുടെ മാതാവ് തന്നെയായിരുന്നു. പക്ഷെ ഈ വാർത്ത അന്ന് ചില പ്രാദേശിക വാർത്തകളിൽ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരായിരുന്നു. ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കേസ് കുത്തിപ്പൊക്കി അത് വലിയൊരു വിവാദമാക്കി പിന്നെ ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തു. പിന്നെ പിടിവിട്ടു പോയ ഒരു വാർത്ത തന്നെയായിരുന്നു. കാരണം കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള അതിക്രൂരമായ രീതിയിലായിരുന്നു ജിഷ എന്ന് പറയുന്ന ഈ 29 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതും രഹസ്യ ഭാഗങ്ങളൊക്കെ കുത്തിക്കീറുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ട് ഞെട്ടിയത്. ജിഷ വധക്കേസ് അന്വേഷിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതിയിലേക്ക് എത്താൻ അന്ന് അന്വേഷിച്ചിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥർക്ക് എത്താൻ പറ്റാഞ്ഞതിന്റെ സാഹചര്യത്തിൽ പിന്നീട് അവരെ മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചു. അങ്ങനെയാണ് അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തുന്നതും ഇദ്ദേഹമാണ് പ്രതിയെന്നും കണ്ടെത്തി കോടതിക്ക് കൈമാറുകയും കോടതി അത് പരിശോധിച്ച് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും വന്നിരുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോയ തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിധി. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ റദ്ദാക്കി. ഈ അമീറുൽ ഇസ്ലാമിന്റെ അഡ്വക്കേറ്റായിട്ട് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ആളൂർ ഇദ്ദേഹം ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക. കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ റദ്ദാക്കിയത്, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണോ ഇതിനകത്ത് യഥാർത്ഥ പ്രതി, അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ഇത് ചെയ്തതാണോ, ഇദ്ദേഹം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഇദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നോക്കൂ, ജിഷ കേസിന്റെ നാൾ വഴിയിലേക്ക് ഞാൻ വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാരിതാർത്ഥ്യമുള്ളത് ഈ പറയുന്ന കേസ് സുപ്രീം കോടതി വരെ എത്തി എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഏതൊരു സംഘടന മുഖാന്തരമാണ് എത്തിയത്. ഞാൻ പറയപ്പെട്ട ഒരു കാര്യം, ഒരു അപ്പീൽ കോടതിയിലേക്ക് ഈ പറയുന്ന പരമോന്നതമായ കോടതിയിലേക്ക് കേസ് എത്തിച്ചേരുന്നു. ഇവിടെ സാഹചര്യമാണ് ഈ പറയുന്ന അമീറുൽ ഇസ്ലാം പ്രതിയാകാനായിട്ട്. നിങ്ങൾക്കറിയാം, ആദ്യം അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു തുമ്പും ഉണ്ടാകുന്നില്ല. ഡിവൈഎസ്പിയെ മാറ്റുന്നു. അത് IG ആയിരുന്ന സന്ധ്യ മേഡം ഏറ്റെടുക്കുന്നു. അതിനുശേഷം പുതിയ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നു. ആ പുതിയ ടീമിൽ ഇപ്പോഴത്തെ മലപ്പുറം SP ആയിരുന്ന ശ്രീ ശശിധരൻ അവർകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ടീമിനെയാണ് ഈ പറയുന്ന അന്വേഷണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അന്വേഷണത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെളിവുകളാണ് ശേഖരിക്കേണ്ടത്, ആ തെളിവുകൾ ഏതു തരത്തിലുള്ളതായിരിക്കണം. കാരണം അന്നത്തെ സർക്കാർ കോൺഗ്രസ് സർക്കാരായിരുന്നു. കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. സർക്കാർ അധികാരത്തിലേക്ക് ഏറുകയും നമ്മൾ കണ്ടത്. അതിനുശേഷം ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിലെ ആരാണ് പ്രതി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നതിലെ നിഗമനത്തിലേക്ക് എത്തുന്നു. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നു. കേരളത്തിലുള്ളവരെയും പലരെയും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരുപാട് തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം ചെന്നെത്തുകയാണ് അമീറുൽ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോലീസ് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇവരുമായിട്ട് മുൻപ് പരിചയമുണ്ടായിരുന്നു എന്നും അവരുമായിട്ട് വഴക്കുണ്ടായിരുന്നു എന്നും അതിനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ ഈ പറയുന്ന കുട്ടിയുമായി ബന്ധപ്പെടുത്തി ഈ പറയുന്ന പ്രതി കൊലപാതകം നടത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അതിനുള്ള ഉപോത്ബലകമായ തെളിവുകൾ, ഒരു ചെരുപ്പ് കണ്ടെത്തുന്നു, കത്തി കണ്ടെത്തുന്നു, തൊട്ടടുത്ത ഒരാള് ഈ ചെരുപ്പുമായിട്ട് പോകുന്നത് കാണുന്നു, അലക്കാൻ നിൽക്കുന്ന ആരോ കാണുന്നു, ഇതൊക്കെ മൊഴികൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കാഞ്ചീപുരത്ത് നിന്ന് അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുകയും നിങ്ങൾ അന്ന് തന്നെ കണ്ടതാണ്. കേരളത്തിലെ അഭിഭാഷകരെ എനിക്ക് വിശ്വാസമില്ല, അഡ്വക്കേറ്റ് ആളൂരിനെ തന്നെ കേസേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ അമീറുൽ ഇസ്ലാം കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കുറ്റപത്രം ആയതിനു ശേഷമാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കേസ് ഏറ്റെടുക്കുന്നത്. ഒരുപാട് സംഘടനകൾ അഡ്വക്കേറ്റ് ആളൂരിനെ കൊണ്ട് കേസ് നടത്തിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറ്റപത്രം ഏതൊരു അഭിഭാഷകനെ പോലെയും ഏതൊരു ക്രിമിനൽ അഭിഭാഷകനെ പോലെയും കുറ്റപത്രം പൂർണ്ണമായിട്ട് വായിച്ചു മനസ്സിലാക്കുന്നു. ആ വായിച്ചു മനസ്സിലാക്കിയതിലെ പല തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഒന്നിനോടൊന്നും ചേരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് ഈ കുറ്റപത്രത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയൊരു കുറ്റപത്രമാണ്, സാധാരണ ക്രിമിനൽ കേസുകളെ പോലെയുള്ളതല്ല. കാരണം ഇത് കൊലപാതകം നടത്തുകയും അതുപോലെ തന്നെ സെക്സ് ചെയ്യുകയും അതിനുശേഷം പ്രൈവറ്റ് പാർട്ട് അടക്കം
ശരീരത്തിലെ പല ഭാഗവും കുത്തി കീറുകയും ചെയ്യുന്ന ഒരു ആരോപണമുള്ള ഒരു കേസാണ്. അത് ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വ്യക്തി അമീറുൽ ഇസ്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകൾ എന്താണ്? ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നു എന്ന് കാണുന്ന ലാസ്റ്റ് സീൻ ടുഗദർ എന്നുള്ള ഒരു തിയറി ഉണ്ട്, അതുണ്ടാകണം. അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞു പോകുന്നത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊഴികൾ ഉണ്ടാകണം. ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള കുറെ മൊഴികൾ, ഇങ്ങനെ മഞ്ഞ ഷർട്ടിട്ട ഒരാളവിടെ ഉണ്ടായിരുന്നു എന്നും ഒരാളവിടെ വന്നിരുന്നു എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അതിനെ നമ്മൾ മെഡിക്കലായിട്ട് തെളിയിക്കണം. ഇവിടെ പരിശോധിച്ചപ്പോൾ കുറെ ഫിംഗർ പ്രിന്റ്സുകൾ കളക്ട് ചെയ്തു. ഈ ഫിംഗർ പ്രിന്റ്സും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെ ഫിംഗർ പ്രിന്റ്സും മാച്ച് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കുട്ടിയെ ബാക്കിൽ നിന്ന് കടിച്ചു എന്നാണ് ഈ പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയാണ് ഉമിനീരെ പ്രതിയുടെ കണ്ടെടുത്തത് എന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ടീത്ത് അതെങ്ങനെയാണ് പരിശോധിച്ചത്, അതും ഈ കടിയുമായി ബന്ധപ്പെട്ട് യാതൊരു യോജിപ്പുമില്ല. പ്രോസിക്യൂഷൻ ആ തെളിവുകളും പ്രതിക്കെതിരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. പിന്നെ കത്തി പ്രതി പറഞ്ഞനുസരിച്ചല്ല റിക്കവർ ചെയ്യുന്നത്. അവിടെയുള്ള ഏതോ ഒരു പൊന്തക്കാട്ടിൽ നിന്നും ഒരു കത്തി എടുക്കുന്നു. ഈ കത്തി എടുത്തുകൊണ്ട് അതിലെ വളരെ മൈന്യൂട്ടായിട്ട് എവിടെയോ രക്തമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ആ രക്തം ഈ പറയുന്ന മരിക്കപ്പെട്ട ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്തവുമായിട്ട് യോജിക്കുന്നില്ല. ഹ്യൂമൻ ബ്ലഡ് ആണ്, പക്ഷേ അത് ഇതുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ മൂന്ന് സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ്, പ്രതിക്ക് അനുകൂലമാണ്. അതിനെയാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്. ആ സർക്കംസ്റ്റാൻസ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട സാഹചര്യവുമായിട്ട് കോടതിയിൽ കൂട്ടിയിണക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതിയുമായിട്ട് സംസാരിക്കണം. ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒന്നുകിൽ കുറ്റം സമ്മതിക്കും, സാറേ നിയമപരമായിട്ട് എനിക്കുള്ള ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയും, അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കും, ഞാൻ ഈ സംഭവം പോലും അറിയില്ല, ഈ കുട്ടിയെ പോലും അറിയില്ല. ഈ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ പ്രതി അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. കുറ്റം ചെയ്ത് ഞാനല്ല, എന്റെ ഒപ്പം ഉണ്ടായിരുന്ന അനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്താണ് എന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഉത്തരവാദിയുമായിരുന്ന SP അവർക്ക് നമ്മൾ ഒരു പരാതി കൊടുത്തത്, ഈ പറയുന്ന വ്യക്തിയല്ല, ഇന്ന ആളാണ് കുറ്റം ചെയ്തത്, അതുമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന്. ആ അന്വേഷണം തന്നെയാണ് ആ മരിക്കപ്പെട്ട ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവും പാപ്പുവും കോടതിയെ സമീപിച്ചത്. സമൂഹത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്തത് എന്ന് കോടതിയുടെ മുന്നിൽ വീണ്ടും നമ്മൾ മലീഷ്യസ് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകൾ, സംസ്ഥാന സർക്കാർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ സംവിധാനം, അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത്. അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും. ജിഷയെ കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ റദ്ദാക്കിയത് കേരളം ഞെട്ടലോടെയാണ് കേട്ടതെങ്കിൽ ഈ വെളിപ്പെടുത്തലും കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് പ്രതിയാക്കി അകത്താക്കുക എന്നുള്ളൊരു. അതിൽ നിന്നൊക്കെ നമ്മുടെ കേരള പോലീസ് ഒരുപാട് മാറി, ഒരുപാട് ലെജൻഡായിട്ടുള്ള പോലീസുകാരൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തി യഥാർത്ഥ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പോലീസുകാർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരള പോലീസ് ബ്രില്യൻ്റ് ആണ്, നമുക്ക് അഭിമാനമാണ് കേരള പോലീസിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ. പക്ഷെ ഇതെവിടെയോ എന്തോ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പം ഈ ആളൂർ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് ഇപ്പൊ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യഥാർത്ഥ പ്രതി ആരാണോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഒരിക്കലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് തന്നെയാണ്. തീരത്തിൽ അമീറുൽ ഇസ്ലാം നിരപരാധി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടണം. മറിച്ച് മറ്റാരാണ് ജിഷയെ കൊന്നത് എന്ന പ്രതിയെ പിടിച്ച് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യണം. എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് എന്റർടൈൻമെന്റ്.